യേശു കർത്താവ് പത്രോസിനെ തിരുത്തിക്കൊണ്ട് ചോദിക്കുക, മീൻ പിടിക്കാൻ പോയ പത്രോസ് ആ വലിയ മീൻകൂട്ടത്തെ കണ്ടിട്ട് സ്തോത്രം അതിശയിച്ച് നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പണ്ടും ഇതുപോലെ അധ്വാനിച്ചതാ. അന്നാ യേശുവിനെ അവൻ കണ്ടുമുട്ടിയത്. പക്ഷേ വീണ്ടും അവനിൽ വിശ്വാസത്തിൻ്റെ കുറവ് സംഭവിച്ചപ്പോൾ പണ്ട് ചെയ്ത അതേ അബദ്ധം അവൻ വീണ്ടും ചെയ്തു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഏതബദ്ധമാണ് നീ ചെയ്തുകൊണ്ടിരുന്നത്? അബദ്ധത്തിൽ നിന്നാ ദൈവം വിടിവിച്ചത്. എന്നാൽ നിന്നിൽ വിശ്വാസം കുറയുമ്പോൾ വീണ്ടും അബദ്ധം തന്നെയാണ് നീ ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് അബദ്ധം തന്നെ അവൻ ചെയ്തു. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. കിട്ടാതെ നിരാശപ്പെട്ട് വീണ്ടും നിൽക്കുമ്പോൾ സ്നേഹവാനായ യേശു കർത്താവിൻ്റെ അരികിൽ വന്നു. സ്തോത്രം. ആഴത്തിലേക്ക് നീക്ക്, വലവീശ്, വീണ്ടും പെരുത്ത മീൻകൂട്ടം. ഓ, എൻ്റെ ദൈവം കരുണാസമ്പന്നനാണ്. അവൻ എൻ്റെ അബദ്ധത്തെ നോക്കി ശാസിക്കുന്നില്ല. അവൻ എൻ്റെ അബദ്ധത്തെ നോക്കി എന്നെ കുറ്റം പറയുന്നില്ല. ഞാൻ അബദ്ധം ചെയ്യുമ്പോഴും എൻ്റെ അബദ്ധത്തിൽ നിന്ന് എന്നെ തിരുത്തുന്ന നല്ലവനായ ദൈവം. വീണ്ടും മീൻകൂട്ടം, വീണ്ടും മീൻകൂട്ടം. ആ മീൻകൂട്ടത്തെ കണ്ട് പകച്ചു നിൽക്കുന്നതായ പത്രോസിനോട് ഒരൊറ്റ ചോദ്യമുണ്ട്. പത്രോസേ, ഇപ്പോൾ നീ പറ, നീ ഇതിലൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നവ? ഹല്ലേലൂയ. നിന്റെ ശ്രദ്ധ ഇപ്പോഴെവിടേക്കാ? ഇപ്പോഴെവിടേക്കാ? എന്നിലേക്കോ ഇവയിലേക്കോ? എന്നിലേക്കോ ഇവയിലേക്കോ? ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, സ്തോത്രം, എല്ലാ നന്മകളും തന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ദൈവം, എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ എവിടേക്ക്? നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട് പറയാമോ? യേശുവേ, സകലത്തെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സകലത്തെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സകലത്തെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, യേശുവേ, എല്ലാറ്റെക്കാളും അധികമായി, എല്ലാറ്റെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകത്തിലുള്ളതല്ല എനിക്ക് വേണ്ടത്. സ്തോത്രം. അതിനപ്പുറത്ത് ഞാനൊന്ന് ആഗ്രഹിക്കുക, നിന്നെ, നിന്നെ തന്നെ. യേശുവേ, നിന്നെ തന്നെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, ഞാൻ നിനക്കായി ആഗ്രഹിക്കുകയാണ്. ഞാൻ നിനക്കായി ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയം തുറന്ന് പറയുകയാണ്, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കാം. ഒരു ദിവസം കൂടെ തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. ഒരു വർഷം കൂടെ തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. ഹല്ലേലൂയ. ഇനിയും നിന്റെ ആയുസ് നീട്ടിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. എനിക്ക് ആരോഗ്യം തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. എനിക്ക് അഭിവൃദ്ധി തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്തു തന്നാലും എൻ്റെ തീരുമാനം ഒന്ന് തന്നെ, ഞാൻ നിന്നെ സ്നേഹിക്കും. അപ്പാ, ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഇന്ന് പലകാലം അങ്ങനെ പറയുവാൻ ആരാഗ്രഹിക്കുന്നു? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആ രണ്ട് കരങ്ങളും അവങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയാം, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. വായി തുറന്നുകൊണ്ട് പറയാം, യേശുവേ, 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു വർഷം കൂടെ തന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഒരു നാൾ കൂടെ നിന്റെ ആയുസ്സിനോട് നീട്ടിക്കിട്ടിയാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ ഭൗതികമായി അനുഗ്രഹിച്ചാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ നിനക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. അവൻ നിനക്ക് സ്വന്തമായൊരു ഭവനം തന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. അവൻ നീ ചോദിക്കുന്നത് അവൻ നൽകി തന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാമോ, യേശുവേ, യേശുവേ, എല്ലാത്തെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥിക്കുന്നതായി നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങൾ നീട്ടി നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനായി നന്ദി. ലോകത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് നീ അവരെ കാത്തു സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. അനർത്ഥങ്ങളിൽ നിന്ന് നീ അവരെ കാത്തു സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. പാപത്തിന്റെ ചതിയിൽ നിന്ന് അവരെ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. ഉപദേശത്തിന് വിവിധമായിരിക്കുന്ന കാറ്റുകളിൽ നിന്ന് നീ അവരെ കാത്തു സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ.
ആകണമേ. ക്രിസ്തു എന്ന പാറയിൽ ഉറക്കപ്പെട്ടവരായി ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ ഓരോരുത്തരും നീ സഹായിച്ചു കൊള്ളുമാറാകണമേ. വിശ്വാസത്തിന്റെ കാതില് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരെ സഹായിച്ചു കൊള്ളുമാറാകണമേ. അവരുടെ ഹൃദയം നിങ്ങൾ ഏകാഗ്രതമായിരിക്കട്ടെ. എല്ലാറ്റേക്കാളും അധികമായി നിന്നെ സ്നേഹിക്കട്ടെ. സകലത്തെക്കാളും അധികമായി യേശുവിനെ മാത്രം സ്നേഹിക്കട്ടെ. അങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ അതേ കർത്താവെ ശോഭയുള്ളതായി തീരട്ടെ. അതേ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ വർദ്ധിച്ചു വരട്ടെ. സമാധാനം അവരിൽ വർദ്ധിച്ചു വരട്ടെ. സ്നേഹം അവരിൽ വർദ്ധിച്ചു വരട്ടെ. അവരുടെ കുടുംബത്തിൽ ദൈവസ്നേഹം വർദ്ധിക്കട്ടെ. സമാധാനം വർദ്ധിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിക്കട്ടെ. സമാധാനം വർദ്ധിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും അവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പിതാവേ, നിന്റെ കൃപ അവരെ ചുറ്റിക്കൊള്ളും. നിന്റെ സ്നേഹം അവരെ പൊതിഞ്ഞുകൊള്ളും. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഓരോരുത്തരും കാക്കപ്പെടും, സൂക്ഷിക്കപ്പെട്ടുകൊള്ളും. തിന്മ അവരെ തൊടുകയില്ല. ദുഷ്ടൻ അവരെ കാണുകയില്ല. തിരുരക്തത്തിന്റെ മറവിൽ അവരെ മറയ്ക്കും. പിശാചിന്റെ കോട്ടകൾ അവരുടെ മുമ്പിൽ ഇടിഞ്ഞു പോകും. അവരുടെ മുമ്പിൽ വടി തടസ്സങ്ങളായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകും. അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് യോർദാൻ വാങ്ങിപ്പോകട്ടെ. അവരുടെ മുമ്പിൽ നിന്ന് ചെങ്കടൽ മാറിപ്പോകട്ടെ. അവരുടെ വഴിയാത്രയെ തടയുവാൻ ഒന്നിനും സാധ്യമേ അല്ലപ്പാ. അവർ വിശ്വാസത്തിൽ മുന്നേറട്ടെ. നിത്യജീവനെ പിടിച്ചുകൊണ്ട് മുന്നേറട്ടെ. നിത്യതയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മുന്നേറട്ടെ. ക്രിസ്തീയ ഓട്ടത്തിൽ മുന്നേറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വിശുദ്ധ ജീവിതത്തിൽ മുന്നേറട്ടെ. നിന്റെ സകലവിധ അനുഗ്രഹങ്ങളും നന്മകളും ധാരാളമായി അനുഭവിച്ചു കൊള്ളട്ടെ. ലോകത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ അവരെ ഭയപ്പെടുത്താതിരിക്കട്ടെ. രോഗങ്ങൾ, നഷ്ടങ്ങൾ അവരെ തളർത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. അവരെ കണ്ണുകൾ യേശുവിലേക്ക് മാത്രമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയാളികളായി അവർക്ക് മുന്നോട്ട് പോകുവാനിട വരട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന നീ കേട്ടതിനായി സ്തോത്രം. ഓരോ വ്യക്തിയുടെ മേലും നിന്റെ കരം വെച്ചിരിക്കുക. ഓരോ ഭവനത്തിന് മേലും നിന്റെ കരങ്ങൾ വെച്ചിരിക്കുക. ചെറുപ്പക്കാരുടെ മേൽ, പ്രായമുള്ളവരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ ആണിപ്പഴുതുള്ളതായിരിക്കുന്ന കരം വെച്ച് ഓരോരുത്തരെയും സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ആഴമേറിയ വേദപഠനത്തിന്, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, പ്രതിദിന ധ്യാന ചിന്തകൾ. രാവിലെ ഒരു ധ്യാന ചിന്ത, വൈകിട്ട് ഒരു ധ്യാന ചിന്ത. ഗുണപാഠങ്ങൾ. വാർഷിക വരിസംഖ്യ: സമാധാനം 100 രൂപ, ആത്മസമർപ്പണം 100 രൂപ, ഫെയ്ത്ത് ടുഡേ 120 രൂപ, ദയാസാഗർ 120 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള IETയുടെ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടുക.